ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 33-ാം തിരുവചനം. തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും. ഇത്ര ശക്തവും വ്യക്തവുമായ രീതിയിലാണ് നിന്റെ കർത്താവ് ഈ വചനം നിന്റെ മുമ്പിലേക്ക് വയ്ക്കുക. നീ നിന്റെ ജീവിതത്തെ നേടണമെങ്കിൽ അത് ക്രിസ്തുവിനായിട്ട് നഷ്ടപ്പെടുത്തണം. നിനക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ നീ നിലനിർത്തി കഴിഞ്ഞാൽ അത് നീ നഷ്ടപ്പെടുത്തുക. ജീവിതം നിൻ്റേതല്ല, ക്രിസ്തുവിൻ്റേതാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. നിനക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടാവും, സമ്പത്തുണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, ജോലി ഉണ്ടാവും, പ്രസക്തിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈശോ നിന്നെ ഓർമ്മപ്പെടുത്തുക, മകനെ മകളെ, ഇതൊന്നും നിൻ്റേതല്ല. ഇതൊക്കെ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ നിനക്ക് വേണ്ടി ഞാൻ ചേർത്ത് വച്ചിരിക്കുന്നതാണ്. ഇതൊന്നും നിൻ്റേതല്ല, പക്ഷേ നീ എൻ്റേതാണ്. നീ എൻ്റേതാണെങ്കിൽ നീ എനിക്കായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത്, ഇതിനൊന്നുമല്ല. എനിക്ക് പ്രാധാന്യം നൽകുമ്പോൾ നിൻ്റെ ജോലിയോ നിൻ്റെ സമ്പത്തോ നിൻ്റെ ആരോഗ്യമോ നീ കരുതി വച്ചിരിക്കുന്ന ഒന്നും പ്രാധാന്യമല്ലാത്തതായി തീരും. നിൻ്റെ ജീവിതം പോലും പ്രാധാന്യമല്ലാത്തതായി തീരും. മറിച്ച് ഒന്നേ ഉള്ളൂ, പൗലോസ്ലീഹ പറയുന്ന പോലെ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. വലിയ ആഴമേറിയൊരു മനോഭാവമാണ്. അതിലേക്കാണ് നിൻ്റെ ദൈവം നിന്നെ ക്ഷണിക്കുക. ഈ വിളിക്ക് ഉത്തരം കൊടുക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവെ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഈ വ്യക്തി നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം ശൂന്യമാക്കി നിന്നിൽ ആനന്ദിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടത് എല്ലാ നന്മകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു